രാഷ്ട്രീയ സാഹചര്യം ഇനി എന്ത് മാറിയാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ മേധാവികൾക്കെതിരെ നീങ്ങാൻ നിൽക്കാറില്ല. അതുറപ്പുള്ളത് കൊണ്ടാണ് പല പോലീസ് മേധാവികളും തോന്നിയാസം കളിക്കുന്നതും രക്ഷപ്പെട്ടു പോകുന്നതും. എന്നാൽ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും ക്രിമിനലായ പോലീസ് ഓഫീസർ MR അജിത് കുമാറിനെ കയ്യോടെ പൊക്കാനാണ് ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം. പക്ഷേ അതിനു പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരെ തിരയുമ്പോഴാണ് ഷൗക്കത്ത് അലി IPSൻ്റെ ടീമിൽ ബൈജു പൗലോസ് എന്ന DYSPയെ ഉൾപ്പെടുത്തുന്നത്. പുലിയെ മടയിൽ കയറി ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ പോലീസ് ആസ്ഥാനത്ത് റെയ്ഡ് നടത്തുന്ന ആദ്യ ഉദ്യോഗസ്ഥൻ. ആ പേരാണ് ബിജു പൗലോസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു അസാധാരണ നീക്കങ്ങളുമായിട്ടാണ് ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയത്. ക്രമസമാധാന ചുമതലയുള്ള മുൻ ADGP MR അജിത് കുമാറിനെ പൂട്ടാൻ പഴുതടച്ച തെളിവ് ശേഖരണം നടത്തിയ DYSP ബൈജു പൗലോസ് പോലീസ് ആസ്ഥാനത്ത് കയറി റെയ്ഡ് നടത്തുന്ന ആദ്യ പോലീസ് ഉദ്യോഗസ്ഥനെന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് നടന്നു കയറുന്നത്. തട്ടിപ്പുകാരെയും ക്രിമിനലുകളെയും കുടുക്കുന്നതിലൊട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ആക്ഷൻ ഹീറോ ഇമേജുള്ള ബൈജു പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് നടത്തുന്ന നീക്കങ്ങൾ വൻ സ്രാവുകളുടെ ഉറക്കം കെടുത്തുന്നതാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഈ ADGPയുടെ ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടന്നുവെന്ന കടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ആസ്ഥാനത്തെ ഈ സമാനതകളില്ലാത്ത പരിശോധന നടന്നത്. ആഭ്യന്തര വകുപ്പും മന്ത്രിയും എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടാണ് ഷൗക്കത്ത് അലിയെയും ബിജു പൗലോസിനെയും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറക്കിയത്. ഇനി ജയിച്ചിട്ടല്ലാതെ കയറി വരണ്ട എന്ന നിർദ്ദേശത്തോടെ തന്നെയാണ് ചെന്നിത്തല അവരെയൊക്കെ അയച്ചത്. P. വിജയൻ ക്രമസമാധാന ചുമതലയുള്ള പുതിയ ADGPയായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ബൈജു പൗലോസും സംഘവും മുൻ ADGPയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത്. തെളിവുകൾ നശിപ്പിക്കാൻ ADGP തന്നെ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസ് മേധാവി ഇനി എത്ര വലിയ കൊലകൊമ്പനായാലും പൂട്ടുമെന്നുറപ്പിച്ചിട്ടാണ് ബിജു പൗലോസ് ADGPയുടെ ഓഫീസിൽ കയറിയത്. ആദ്യം തന്നെ ഡിജിറ്റൽ തെളിവുകൾ കസ്റ്റഡിയിലെടുത്ത് ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ADGPയുടെ ഓഫീസിലെ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്ത് വളരെ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ SIT അങ്ങനെ തീരുമാനിച്ചു. മെയിൽ ഐഡികളും ഡിലീറ്റ് ചെയ്ത ഫയലുകളുമെല്ലാം വീണ്ടെടുക്കുന്നതിലൂടെ ഈ അട്ടിമറിയുടെ ഡിജിറ്റൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയാണ്. കേസ് ഡയറി തിരുത്താൻ ADGP നേരിട്ട് ഇടപെട്ടുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബൈജു പൗലോസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലൂപ്പ് ഹോളും ബാക്കി വെക്കാതെയുള്ള ADGPയെ പൂട്ടാനുള്ള കടുത്ത നീക്കങ്ങളാണ് SIT നടത്തി വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ CCTV ദൃശ്യങ്ങളും രജിസ്റ്ററും ഒക്കെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ബിജു പൗലോസും സംഘവും. ഓഫീസിലെയും പരിസരങ്ങളിലെയും പഴയ CCTV ദൃശ്യങ്ങളുടെ പകർപ്പുകളെല്ലാം സംഘം ശേഖരിച്ചു കഴിഞ്ഞു. കൂടാതെ സന്ദർശക രജിസ്റ്ററും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മർദ്ദനക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അന്ന് ADGP ആയിരുന്ന MR അജിത് കുമാർ നേരിട്ട് വിളിപ്പിച്ചോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. പോലീസ് ക്ലബിലും പരിശോധന നടത്തി. വിവാദ ഉത്തരവുകൾ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർ തങ്ങിയ തിരുവനന്തപുരത്തെ പോലീസ് ക്ലബിലും ബിജു പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അരിച്ചു പെറുക്കുകയാണുണ്ടായത്. ഏതായാലും പിണറായി വിജയൻ്റെ തണലിൽ സ്വന്തം പദവി പോലും മറന്നഴിഞ്ഞാടിയ ADGP അജിത് കുമാറിനെതിരെ തെളിവുകളെല്ലാം ഭദ്രമാക്കി വച്ചിരിക്കുകയാണ് SIT. അന്വേഷണ സംഘത്തിന് ലഭിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊഴികൾ MR അജിത് കുമാറിന് കടുത്ത തിരിച്ചടിയാണ് ഇനി വരാൻ പോകുന്നത്. കോടതിയിൽ കേസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ടുമുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് നിർബന്ധിച്ച് വിളിച്ചു വരുത്തി ആ കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതും എല്ലാ ഡിജിറ്റൽ തെളിവുകളോടെ തന്നെ. മർദ്ദനത്തിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നിട്ടും അത്തരം ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് കേസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ ഇതേ അജിത് കുമാർ കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ മൊഴി നൽകിയൊരു സാഹചര്യത്തിൽ അത് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും വലിയ ഒരഴിമതിയായി കണക്കാക്കാൻ പോവുകയാണ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് തെളിവ് നശിപ്പിക്കൽ, വ്യാജരേഖ ചമക്കൽ, കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഗൂഢാലോചന നടത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തി ADGPയെ കേസിൽ പ്രതിയാക്കാനാണ് ബൈജു പൗലോസിൻ്റെ നീക്കം. അതിനുള്ള കണ്ടെത്തലുകൾ, തെളിവുകളെല്ലാം ഭദ്രമായി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അജിത് കുമാർ പണി വാങ്ങിയാൽ അത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും എത്താൻ പോവുകയാണ്. അതിനും ബിജു പൗലോസ് തയ്യാറായി തന്നെ നിൽക്കുന്നു.